അപ്പം ഇങ്ങനെ കുറേ സംവിധായകർ എൻ്റെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ളത് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പുണ്യം. അത് ഗുരുത്വമാണെന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ അവരൊന്നും പഠിപ്പിച്ചിട്ടില്ല, ഇവരാരും എൻ്റെ ശിഷ്യന്മാരാണെന്നും ഞാൻ പറയുന്നില്ല. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സഹസംവിധായകരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഒരു സിനിമയുടെ സെറ്റിൽ വന്നിട്ട് എന്നെ അനുകരിക്കരുത്, ഒരിക്കലും ഒരു സംവിധായകനെ അനുകരിക്കരുത്. ഇപ്പോൾ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പി എൻ മേനോൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നൊരു പാഠം അതാണ്, എന്നെ നീ അനുകരിക്കരുത്. എന്ന് നീ എന്നെ അനുകരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അന്ന് നിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ ഞാനായിരിക്കും എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് പി എൻ മേനോൻ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എടുക്കുന്ന ഷോട്ട് വാരി നീ ഷോട്ട് എടുക്കരുത്. ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ ആരാധിക്കുന്നുണ്ട് ആസ് എ ഫിലിം മേക്കർ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, എന്നെ അനുകരിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് ഭരതേട്ടനും പറഞ്ഞിട്ടില്ല, എല്ലാവരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഇവരോട് പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടേതായ വഴിയിലാണ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ സാലു പറഞ്ഞൊരു കാര്യം വളരെ രസകരമായ കാര്യമാണ്. വെച്ചാൽ ഞാൻ 16ാമത്തെ ഷോട്ട് ആദ്യം എടുക്കല്, 12ാമത്തെ ഷോട്ട് ആദ്യം എടുക്കുന്നത്, അത് സത്യമാണ്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പി എൻ മേനോനും ഭരതേട്ടനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തത് മേനോ സാറെയാണ്. മേനോ സാറ് സ്ക്രിപ്റ്റ് നോക്കാറില്ല, ആദ്യം വായിച്ചു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ആയിട്ട് മാറ്റി വെക്കും. പിന്നെ അദ്ദേഹം ഞാൻ സ്ക്രിപ്റ്റ് കൂടി ചെന്ന് കഴിഞ്ഞാൽ കൊണ്ടുപോടാന്ന് പറയും. അത് കാണുന്നതിന് അലർജിയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. ഈ മനസ്സിലെ സിനിമ ഉണ്ടാകുമ്പോൾ വിഷ്വൽസാണ്. ഈ വിഷ്വൽസിൽ ഒരു സാധ്യത കണ്ടെത്തിയിട്ടാണ് നമ്മൾ ചിലപ്പോൾ 12ാമത്തെ 14ാമത്തെ ഷോട്ട് ആദ്യം എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ ഓർഡറിലേക്ക് വരും. അപ്പം നമ്മുടെ മനസ്സിലുണ്ടത്.